ഹലോ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ. നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡെയിലി ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, ഇന്ത്യ, ചൈന, റഷ്യ, ഇറാൻ, ബ്രസീൽ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെ പുതിയ പുതിയ ടാരിഫുകൾ കണ്ടുപിടിച്ച് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയാസിന് ടാരിഫ് ചുങ്കം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്ത്യക്കെതിരെ 50% ടാരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്കറിയാം. എക്സ്പോർട്ടിൻ്റെ വലിയൊരു കുറവ് നമുക്ക് തീർച്ചയായിട്ടും, നമ്മളുടെ വലിയൊരു ട്രേഡിംഗ് പാർട്ട്ണറാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ എക്സ്പോർട്ടേഴ്സിന് തീർച്ചയായിട്ടും വലിയ ഒരു പ്രഹരം അല്ലെങ്കിൽ തിരിച്ചടി, സെറ്റ് ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ എക്കോണമിയുടെ എക്സ്പോർട്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് പോസിബിളാണ്, പക്ഷേ നോട്ട് സോ ഈസി. പെട്ടെന്ന് വരുന്നില്ല നമുക്ക്. അതിന് അതിൻ്റെയുള്ള കാലതാമസമാണ്, അല്ലേ? അപ്പോൾ എവിടെയും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, എന്നുവെച്ചാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് സാധ്യമായിരിക്കും അവർക്ക്. പക്ഷേ അത് പെട്ടെന്ന് ഷോർട്ട് ടൈമിൽ അത് സാധ്യമാകുമോ എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. നമുക്ക് ആ എക്സ്പോർട്ട് മാർക്കറ്റിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാകുമ്പോൾ വേറെ പൊട്ടൻഷ്യൽ ഉള്ള ഒത്തിരി മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ലാറ്റിൻ അമേരിക്ക ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ വേറെ ഏതാണ്, യൂറോപ്യൻ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതിന് കാലതാമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമാണ്. കാരണം ബുദ്ധിമുട്ടുണ്ടാക്കാനാണല്ലോ അവർ ടാരിഫ് ഏർപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂച്ചുവിലങ്ങിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അല്ല റഷ്യയായിട്ട് നമ്മൾ കച്ചവടം നടത്തുന്നില്ല. കാരണം റഷ്യയായിട്ട് അവരും കച്ചവടം നടത്തുന്നുണ്ട്. കാരണം റഷ്യയായിട്ട് അമേരിക്കയും കച്ചവടം നടത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ അവരും കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ റഷ്യയായിട്ടുള്ള കച്ചവടമല്ല, അല്ലെങ്കിൽ റഷ്യയായിട്ടുള്ള ബന്ധമല്ല നമ്മളുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്താനുള്ള വിഷയം. അത് ഒരുപക്ഷെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള അവലോകനം നടത്തുമ്പോൾ ഇത് അല്പം നേരത്തെ ആയിപ്പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ വിചാരിച്ച് ഇന്ത്യ ഒരു $5 ട്രില്യൺ GDP ഉള്ള ഒരു എക്കോണമിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള പ്രതിരോധമല്ല എന്ത് നടന്നത്, അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യയെ തളച്ചിടാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഇടപെടലുകളും ഇടപാടുകളും ഒക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. $5 ട്രില്യൺ എക്കോണമിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യ മാറി കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിപ്പോൾ അതിനു മുമ്പേ തന്നെ ഇന്ത്യക്കെതിരെയുള്ള ഈ പറഞ്ഞ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ താരിഫ് യുദ്ധം അല്ലെങ്കിൽ സാമ്പത്തിക യുദ്ധം, ടാരിഫ് വാറ്, ഇക്കണോമിക് വാറ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അതിൻ്റെ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയുക എന്നുള്ളത് മാത്രമാണ്. ചൈനയ്ക്ക് മുകളിലും അവർ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ കൈക്കൊള്ളുന്ന നയങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കി വെക്കുക, അതുവഴി അവർ അമേരിക്കയെ ഓവർകം ചെയ്ത് ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറാതിരിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇന്ത്യ ഇപ്പോൾ ഏകദേശം നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഒരു പക്ഷേ 2-3 വർഷങ്ങൾക്കുള്ളിൽ ജർമ്മനിയെ, നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ജർമ്മനിയെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അമേരിക്ക കഴിഞ്ഞ് ചൈന കഴിഞ്ഞ് മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ നടന്നത്. അപ്പോൾ അത് രണ്ട് രാജ്യങ്ങൾക്കും ത്രട്ടാണ്. ആർക്ക്? അമേരിക്കയ്ക്കും ത്രട്ടാണ്, ചൈനയ്ക്കും ത്രട്ടാണ്. ചൈനയ്ക്കാണ് ത്രട്ട്. ഓക്കെ, നമ്മൾ അന്തരം വളരെ കൂടുതലാണ്. കാരണം ചൈനയുടെ GDP ഇന്ത്യയുടെ GDP തമ്മിൽ അന്തരം വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ജർമ്മനിയെ ഓവർകം ചെയ്താൽ തന്നെയും
ഒരു $6 ട്രില്യൺ GDP ഉള്ള എക്കോണമിയായി മാറിക്കഴിഞ്ഞാൽ തന്നെയും ചൈന ഒത്തിരി മുമ്പിലാണ് നമ്മളെക്കാളുള്ളത്. 19, 20 അല്ലെങ്കിൽ $21 ട്രില്യൺ GDP ഉള്ള ഒരു എക്കോണമിയാണ് ചൈന. അപ്പം നമ്മൾ $6 ട്രില്യൺ എക്കോണമിയായിട്ട് നിൽക്കുമ്പോഴും ചൈന 21 അല്ലെങ്കിൽ 22, 20 മുതൽ 23 ട്രില്യൺ എക്കോണമിയായിട്ട് നിൽക്കുന്ന വലിയൊരു അന്തരമുണ്ട്. അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഒത്തിരി സമയം, കാല സ്ഥ- കാൽ കാ- ഒത്തിരി ടൈം നമുക്ക് എടുക്കേണ്ടി വരും. നമുക്കതല്ല, എളുപ്പമല്ല നമുക്ക്. എന്നാൽ തന്നെ അമേരിക്ക കഴിഞ്ഞ്, ചൈന കഴിഞ്ഞ് മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയായി മാറുക എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്കൊരു ത്രെട്ടാണ്. കാരണം ഇനി ഇന്ത്യയെ ഓവർകം ചെയ്യാൻ, മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി കഴിഞ്ഞാൽ ഇന്ത്യയെ ഓവർകം ചെയ്യാൻ പറ്റിയ രാജ്യങ്ങളൊന്നും ഏതായാലും അടുത്ത കാലത്തൊന്നും ഇന്ത്യ ഓവർകം ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക വളർച്ചയുള്ള രാജ്യങ്ങളൊന്നും ലോകത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന പരിപാടികളായിട്ടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ചൈനയ്ക്കും മേളിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ അതുതന്നെയാണ്. അല്ലാതെ റഷ്യയായിട്ട് നമ്മൾ ബന്ധം വ്യാപാര ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് 2 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1, 2 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് വീണ്ടും ചൈനയ്ക്കെതിരെ 100% തീരുവ ഏർപ്പെടുത്താനുള്ള ഒരു നയമായിട്ട് മുൻപോട്ട് വന്നു. അങ്ങനെ 150%-ഓളം തീരുവ ചൈനയ്ക്ക് മുകളിൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെ ഉപകാരപ്രദമാകും അല്ലെങ്കിൽ ഗുണകരമാകും എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാക്കുന്നത്. അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും നമുക്ക്. കാരണം ഇന്ത്യക്കെതിരെ ടാരിഫ് വളരെ കുറവാണ് ചൈനയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇപ്പോൾ ഇന്ത്യക്കെതിരെ 30% ഏർപ്പെടുത്തിയപ്പോൾ, സോറി 50% ഏർപ്പെടുത്തിയപ്പോൾ ചൈനയ്ക്ക് നേരത്തെ ഏർപ്പെടുത്തിയ 30% ഉള്ളായിരുന്നു. ഇപ്പോൾ 100 130%-ഓളം ചൈനയ്ക്ക് മുകളിൽ ടാരിഫായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി അല്ലെങ്കിൽ ഉൽപ്പാദകർക്ക് തീർച്ചയായിട്ടും അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാനും, അതുപോലെ തന്നെ അമേരിക്കൻ വിപണി ചൈനീസ് വിപണിക്ക് നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 130% ടാരിഫ് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും താഴെ നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളൊക്കെ തന്നെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമുക്ക്. അപ്പോൾ 30%-ത്തിന് മുകളിലാണ് 100% കൂടെ അധികമായിട്ടുള്ള തീരുവ ടാരിഫ് ഏർപ്പെടുത്തിയത്. അപ്പോൾ അതോട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ട്രേഡ് വാർ വളരെ രൂക്ഷമായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമ്പദ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ ടോപ്പിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ വാറിന് തുല്യമാണ്. അപ്പോൾ ആഗോള വ്യാപാര രംഗം വീണ്ടും കലുഷിതമായിട്ടുണ്ട്. നിലവിലെ ടാരിഫുകൾക്ക് പുറമെയാണ് നവംബർ 1 മുതൽ 100% എക്സ്ട്രാ കൂടെ ആഡ് ചെയ്തിട്ട് 130% തീരുവ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ വിപണിയിൽ തീർച്ചയായിട്ടും നമ്മൾക്കറിയാം, തീരുവ കൂട്ടും തോറും ചൈനയുടെ ആയാലും ഇന്ത്യയുടെ ആയാലും, ഇപ്പോൾ ഇന്ത്യക്ക് മേലെയാണെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക്, ചൈനയ്ക്ക് മേലെയാണെങ്കിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വിറ്റഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോസ്റ്റ് കൂടുമല്ലോ. ടാരിഫ് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനികൾക്ക്, ഉദാഹരണത്തിന് ഇന്ന് ചൈനയിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റ്, എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അമേരിക്കൻ വിപണിയിൽ $1 അവർക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. പക്ഷേ 130% തീരുവയും കൂടെ ഏർപ്പെടുത്തുമ്പോൾ ഈ $1 മുകളിൽ 130% കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ബേർഡൻ വരും. അപ്പോൾ $1 വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇനി $1 വിറ്റഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ വില കൂടും. വില കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മാർക്കറ്റ് നഷ്ടപ്പെടും ഏത് പ്രോഡക്റ്റിൻ്റെയും. അതാണ് തീരുവ ഏർപ്പെടുത്തുന്നത്. ഇനിയും അഥവാ ഈ തീരുവ ബെയർ ചെയ്തുകൊണ്ട് തന്നെ ചില ഉൽപ്പന്നങ്ങളൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കുകയാണെങ്കിൽ തന്നെ അവിടുത്തെ കൺസ്യൂമേഴ്സിന് ഉയർന്ന വില കൊടുത്തത് മേടിക്കേണ്ടി വരും. അത്രയുള്ള കാര്യമാണ്. അപ്പോൾ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മത്സരശേഷി, കോമ്പറ്റീറ്റീവ്നെസ് കുറയുന്നത് കൊണ്ട് ഇന്ത്യക്ക് വ്യാപാരം വ്യാപിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾക്ക് ഒരു പുതിയ
വാതിൽ അല്ലെങ്കിൽ വഴി തുറന്നു തരുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പം ഈ സപ്ലൈ ചെയിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വിതരണ ശൃംഖലയുടെ മാറ്റങ്ങൾ, അപ്പോൾ ഈ തീരുവ വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വില കൂടും. അപ്പോൾ അവിടെ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും ഉയർന്ന ചിലവിൽ ഇറക്കുമതി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളെ ആശ്രയിച്ചേ വരത്തുള്ളൂ. കാരണം അവർക്ക് ഉയർന്ന വിലയിൽ ഇറക്കുമതി ചെയ്തിട്ട് അവിടെ വിറ്റഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറഞ്ഞ ചിലവിലുള്ള സമാന ഉൽപ്പന്നങ്ങൾ മറ്റ് ബദൽ സംവിധാനങ്ങൾ കൂടെ അവർ തേടുകയും, അപ്പോൾ അതുവഴി അവർ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ പ്രായോഗികമാണെങ്കിൽ നമ്മളെപ്പോലുള്ള രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ചില മാറ്റങ്ങളും അല്ലെങ്കിൽ റിഫോംസ് ഒക്കെ, സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാകണം തീർച്ചയായിട്ടും. അപ്പോൾ ചൈനയിൽ നിന്നും സപ്ലൈ ചെയിൻ എല്ലാം മാറ്റി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് റീപ്ലേസ് ചെയ്യാൻ അല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് ഇപ്പോൾ ലോകത്തുള്ള കോർപ്പറേഷൻസ്, കമ്പനികളൊക്കെ തന്നെ. അപ്പം അതുകൊണ്ട് നേരത്തെ ചൈനയ്ക്ക് ഡോമിനൻസ് ഉണ്ടായിരുന്ന മേഖലകൾ, അതായത് അവരെ നമുക്ക് ഒരു രീതിയിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പ്രൈസിൻ്റെ കാര്യത്തിൽ, കോസ്റ്റിൻ്റെ കാര്യത്തിൽ. കാരണം അവർക്ക് വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അവരോട് മത്സരിക്കുവാനോ അല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കാനോ സാധിക്കാതിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയും നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം മാറിയിട്ട് തീർച്ചയായിട്ടും ചൈനയ്ക്ക് മേലുള്ള ഈ ഉയർന്ന തീരുവ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച് അമേരിക്കൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിലോ ഒക്കെ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കും എന്നുള്ളൊരു സാധ്യതയ്ക്ക് വഴിതെളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള 130% ടാരിഫ് ചൈനയുടെ മുകളിൽ നവംബർ 1 മുതൽ വരുമ്പോൾ ഇന്ത്യയിലെ ഏതെല്ലാം മേഖലകൾക്കാണ് ഇത് പ്രയോജനം ചെയ്യുന്നതാണ്. ടെക്സ്റ്റൈൽ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ടെക്സ്റ്റൈൽ, ക്ലോത്തിങ്, ടോയ്സ്, ഇതൊക്കെ ചൈനയുടെ ഡോമിനൻസിലുള്ള മേഖലകളാണ് ഇതൊക്കെ. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽ, നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞാണ്. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ അവർ ജനറിക് മെഡിസിൻസ് ഇന്ത്യയിൽ നിന്നാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്തിടയ്ക്കും ഈ മെഡിസിൻ ഫാർമസ്യൂട്ടിക്കലിൻ്റെ സെക്ടറിൻ്റെ മുകളിലും ട്രംപിൻ്റെ തീരുവ ഭീഷണി ഉണ്ടായിരുന്നു. തൽക്കാലം അത് ഒഴിവാക്കിയിട്ടുണ്ടത്. അപ്പോൾ അത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടേഴ്സിനൊക്കെ വലിയൊരു ആശ്വാസമാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചൈനയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നേരത്തെ ബുദ്ധിമുട്ടായിരുന്ന ഒരു സാഹചര്യം മാറി ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ അവസരം നമുക്ക് തുറന്നു കിട്ടിയതോടുകൂടി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് കുറഞ്ഞ വിലയിൽ അമേരിക്കൻ വിപണിയിൽ പഴയതിലും കൂടുതൽ ഡിമാൻഡുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. 24 വർഷത്തിൽ, കഴിഞ്ഞ വർഷം $8,600 കോടി മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തിട്ടുണ്ട് അമേരിക്കയിലേക്ക്. $8,600 കോടി. ഈ കണക്കുകളിൽ ഒരുപക്ഷെ വർധനമുണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ടാരിഫ് ചൈനയുടെ മുകളിൽ ഏർപ്പെടുത്തിയതുകൊണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിൻ്റെയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തന്നെ ഉത്തരവാദിത്തമാണ്. അതായത് അവർ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക, കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ, അതായത് ഗുണനിലവാരമില്ലാതെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താണ് പറയുന്നത്, സൂപ്പർവിഷനും ക്വാളിറ്റി കൺട്രോളും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യത പുലർത്തുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ തന്നെ. അവിടെ നമുക്ക് നിസ്സാരമായിട്ടൊരു പ്രോഡക്റ്റ് നമുക്ക് അവരുടെ മാർക്കറ്റിൽ ആക്സസ് കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളതിനകത്തിൽ സംശയമൊന്നുമില്ല. അപ്പം കൂടുതൽ ഡിമാൻഡ് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടുത്തെ ഉൽപ്പാദകർക്ക് അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സിന് അവരുടെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പം 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് കൂടുതൽ ഡിമാൻഡ് കിട്ടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ 150 അല്ലെങ്കിൽ അതേ രീതിയിൽ അവരുടെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വരും. അപ്പം ബിസിനസ് എക്സ്പാൻഷൻ ഇന്ത്യൻ എക്കോണമിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ വിപണിക്ക്
അനുകൂലമായിട്ടുള്ള ഉൽപാദനശേഷി നമ്മൾ സോറി ഉൽ ഗുണനിലവാരം നമ്മൾ പറഞ്ഞ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വാളിറ്റി ഇല്ലാതെ അങ്ങോട്ട് നമുക്ക് കയറ്റി നിൽക്കാൻ പറ്റില്ല ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു പ്രതീക്ഷയാണ്. കാരണം ചൈനയ്ക്ക് അവരുടേതായിട്ടുള്ള തന്ത്രങ്ങളും ഇല്ലേ, സ്ട്രാറ്റജീസും ടാക്ടിക്സും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴും ചീപ്പായിട്ടുള്ള ലേബേഴ്സ് അവൈലബിൾ ആണ്. ചീപ്പ് പ്രൊഡക്ഷൻ അവർക്ക് അവരുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെയും അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടു കൂടി തന്നെ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നവർക്കും അത് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ പക്ഷത്തു നിന്നും അവർക്ക് നല്ല സപ്പോർട്ടുകൾ, സബ്സിഡി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യം തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ്, കാരണം അവർക്ക് ഇതിനെ നഷ്ടപ്പെടുത്താൻ സാധിക്കത്തില്ലല്ലോ, അപ്പോൾ അവർ പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി അവർക്ക് ആ മാർക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അത് കടുത്ത വെല്ലുവിളികളാണ്. അത്ര പെട്ടെന്ന് നമുക്ക് ചൈനയ്ക്ക് നഷ്ടമായിട്ടുള്ള മാർക്കറ്റ് അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് നമുക്ക് പിടിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ചൈനയ്ക്ക് നഷ്ടമായിട്ടുള്ള ഈ വിപണി സ്വന്തമാക്കുക എന്നുള്ളത് ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല, പ്രയാസകരമാണ്. പക്ഷേ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യാപാര യുദ്ധം അതായത് അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര യുദ്ധം ഇന്ത്യക്ക് എത്രമാത്രം ഗുണകരമാകുന്നുള്ളത് അത് നമ്മളുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സും, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ തന്നെ അടിസ്ഥാനമാക്കി മാത്രമേ ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സിനും മാനുഫാക്ചറേഴ്സിനും തീർച്ചയായിട്ടും ഈ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന അവസരങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പോർട്ടേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കൻ വിപണിയിലേക്ക് കൂടുതൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റി അത് അയച്ച് നമ്മളുടെ വ്യാപാരം വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനും സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ശരിക്കും ഒരു യാഥാർത്ഥ്യം. അല്ല നമുക്ക് പെട്ടെന്ന് അവിടെ ചൈന ഉണ്ടാക്കി വെക്കുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ വാക്കും നമുക്ക് ഹോൾസെയിലായിട്ട് നമ്മൾക്ക് വെച്ച് നീട്ടി ലഭിക്കും അല്ലെങ്കിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. നമുക്ക് നന്നായി പണിയെടുത്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടുകൾ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ഈ സാധ്യതയെ നമുക്ക് ചൂഷണം ചെയ്യാനും ഉപയോഗപ്പെടുത്താനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെയുള്ള ഇതുപോലെ സമാനമായിട്ടുള്ള ടോപ്പിക്കുകൾ ചർച്ച ചെയ്ത വീഡിയോകൾ പറഞ്ഞാൽ തന്നെ അവസരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ഐറ്റംസ് മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സിൻ്റെ എക്സ്പോർട്ടേഴ്സിൻ്റെയും പിന്നെ കഴിവുകളൊക്കെ തന്നെ അനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.